ഏഞ്ചലുകാരനാണെങ്കിൽ എല്ലാവരും വിളിച്ചേക്കണത് കണ്ടോ. നമ്മുടെ വൈപ്പിങ്ങരയിലെ കാഴ്ചകളാണ് ഇതൊക്കെ. ഇന്ന് വൈകുന്നേരം യോഗത്തിൽ കയറിയേക്കണ അയില എൻ്റെ കാണണം. നോക്കി മക്കളെ, ഇത് 3 ലക്ഷത്തി ഏഞ്ചലിലാണ് പറഞ്ഞേക്കണ. ബ്രൈറ്റസ് കടവ് ദാ വീട് കാണുന്നത് ഇതാണ് ഏഞ്ചല്. അതാണ് ഏഞ്ചല്. ഏഞ്ചലിലേക്ക് കാണേണ്ട ഇത് കൊണ്ടുപോകണേ ഈ മീൻ. അതേതാ 2 നില ആ ഷെഡ് കാണണം. വലിയ ഷെഡ് കാണുന്നതാണ് ഏഞ്ചല്. വലിയ ഷെഡ് കാണുന്നതാണ് ഏഞ്ചല്. അപ്പൊ ഈ അയില ഇറക്കാൻ പോണ സ്ഥലം കൊണ്ടാണ്. നിങ്ങൾ കണ്ട ഇത്ര അയില കണ്ടിട്ടാ. ഇത് 3 ലക്ഷത്തി എത്രയാണ് 3,19,000 രൂപയ്ക്ക് പോയ മുതലാണ്. ഇത് മൊത്തം മീൻ ഉണ്ടാ. കൂടാവ് ശീലാവല്ലേ ഇത് ശീലാവ് കണ്ടേ കിടക്കണത്. കാണുന്ന മീനുകളൊക്കെ കൂടി 3,19,000 രൂപ. നമ്മൾ കടവിലേക്ക് അടുക്കേണ്ടാവും വെള്ളം. നമ്മുടെ മീനുമായിട്ടുള്ള വെള്ളം ഇനിയിപ്പോൾ അത് ഇറക്കുന്ന സ്ഥലത്തേക്ക് അടുക്കണം. ആ ടാങ്ക് വെച്ചാക്കണോടത്തോട്ട് പിടിച്ചോട്ടാ. ടാങ്ക് വെച്ചാക്കണോടത്ത്. അപ്പോൾ ഇവിടെയാണ് ഇവിടെ നിന്നാണ് നമ്മൾ ഇങ്ങനെയുള്ള മീനുകളെല്ലാം വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ശരിക്കും പാക്കിങ് നടക്കണം. പാക്കിങ് സ്ഥലത്തേക്കാണ് ഈ വെള്ളത്തിന് ഞാനിപ്പോൾ ഇങ്ങോട്ട് പോന്നേക്കണം. നമ്മുടെ അയൽവാസിയുടെ കടവാണിട്ടത്. നമ്മുടെ ബ്രൈറ്റസ് ഏട്ടൻ എന്ന് വിളിക്കും. ഏഞ്ചൽ എന്നാണ് കമ്പനിയുടെ പേര്. അവിടേക്കാണ് ഈ വെള്ളം അടിപ്പിക്കുന്നത്. വെള്ളം അടക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വെള്ളം കറക്കെത്തി. ഇനി ഇവിടെയാണ് ഇത് പോരണം. ഇതിനു മുമ്പുള്ള എൻ്റെ വീഡിയോയിലൊക്കെ ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്കായിട്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ട് ആണ് ഇവിടെയാണ് പാക്കിങ് നടക്കണം. ഇങ്ങനെയുള്ള യോബസ് വള്ളത്തിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. എന്തായാലും ഞാനും കരക്കിറങ്ങാനുള്ള പരിപാടിയാണ്. വീഡിയോ ഇട്ടാൽ ഇതുപോലുള്ള പുതുമയുള്ള വീഡിയോകൾ കാണാനായിട്ട് എൻ്റെ പേജ് ഫോളോ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോകളായിരിക്കും കൂടുതലും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ അതുകൂടി പറയുകയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ നേരത്തെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ വെള്ളം കരക്കെടുത്തിട്ടാ. വെള്ളം കരക്കെടുത്ത്. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നോക്കിയാ മക്കളെ, അതിൽ കണ്ടാ കണ്ടാ കെട്ടക്കണ സാധനം കണ്ട.